നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 20-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ. നമുക്കെല്ലാം വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഇവിടെ. അടിമ വീടായ ഈജിപ്തിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. അടിമ വീടായ ഈജിപ്തിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന് യഹോവയായ ഞാൻ നിന്റെ ആരാകുന്നു? ഞാൻ നിന്റെ ദൈവമാകുന്നു. ഈ ലോകത്തിൽ മറ്റൊരു മനുഷ്യനും പറയാത്തൊരു കാര്യമാണ് ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിന്റെ ദൈവമാകുന്നു. സ്തോത്രം. അപ്പോൾ തന്നെ കർത്താവ് പറയുന്നൊരു കൽപ്പന കൂടിയാണ്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. അപ്പം ഞാൻ നിന്റെ ദൈവമാകുന്നത് സിംഗുലർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഐ ആം യുവർ ഗോഡ്. ഞാൻ നിന്റെ ദൈവമാകുന്നു. അന്യ ദൈവങ്ങൾ, അതായത് പിന്നീട് ഒരുപാട് ദൈവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അവിടെ തള്ളിക്കളയുന്നില്ല. ഇറ്റ് മീൻസ് യഥാർത്ഥ ദൈവമല്ല, നമ്മളുടെ സങ്കല്പങ്ങളിലും നമ്മുടെ ചിന്തകളിലും നമ്മുടെ മനസ്സുകളിലും നമ്മൾ കൊണ്ടുവരുന്ന ദൈവങ്ങൾ, അങ്ങനെയുള്ള ദൈവങ്ങൾ ഉണ്ടാവരുത് എന്നാണ് ഇവിടെ കർത്താവ് പറയുന്ന ഒരു കൽപ്പന. ആദ്യമായ ദൈവം പറയുന്ന ഒരു കൽപ്പനയാണ്. പിന്നീട് അങ്ങോട്ട് താഴോട്ട് പല കാര്യങ്ങളും ദൈവം ഇസ്ലാമക്കളോട് ബന്ധത്തിൽ പറയുന്നുണ്ട്. തലമുറകളായിട്ട് അനുഗ്രഹിക്കുന്ന ദൈവത്തെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഏതാണ് പിതാക്കന്മാരെ ശിഷ്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ നിലനിൽക്കും. എന്നാൽ എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരല്ലേ. നമ്മളൊക്കെ താൻ സ്നേഹിക്കുമ്പോൾ സേവിക്കുമ്പോൾ ഇനി അങ്ങോട്ടുള്ള 1000 തലമുറ വരെ ദയ കാണിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് പറയുന്ന ഒറ്റ കാര്യമാ, നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്റെ ദൈവമാകുന്നു. അതിൽ കൂടുതൽ മറ്റൊന്നും നമുക്ക് കേൾക്കാനില്ല. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് നിന്നെ പൊക്കിക്കൊണ്ടുവന്ന, നിന്നെ രക്ഷിച്ചു കൊണ്ടുവന്ന ഞാൻ നിന്റെ ദൈവമാകുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊന്നിനെ പുറകെയും അല്ലെങ്കിൽ എന്നേക്കാൾ ഉപരി എന്നെ സെർവ് ചെയ്യേണ്ട സമയത്ത് അല്ലെങ്കിൽ എനിക്ക് തരേണ്ട പ്രയോറിറ്റി മറ്റൊന്നിനും കൊടുക്കരുത് എന്നാണ് ഇവിടെ കർത്താവ് അർത്ഥമാക്കുന്നത്. അല്പം കൂടി അത് വിശദീകരിക്കുകയാണെങ്കിൽ, പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായമാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് ഒരു സെക്കൻഡ്, മർക്കോസ് 10-ാം അധ്യായം അതിന്റെ 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഒരു മനുഷ്യൻ യേശുവിനോട് വന്നിട്ട് ദൈവമേ നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്നാ ചെയ്യട്ടെ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യേശുവിന്റെ പുറകെ ഓടി വന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട്. അപ്പം അവൻ പറഞ്ഞു, ഞാൻ ചെറുപ്പം മുതൽ ഞാൻ ദൈവത്തെ സ്നേഹിച്ചു പോരുന്നതാണ്, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, കള്ളസാക്ഷ്യം മോഷ്ടിക്കുന്നതൊന്നും ഞാൻ ചെയ്യുന്നില്ല. അങ്ങനെ ഞാൻ വളരെ അടിയുറച്ചൊരു വിശ്വാസിയാണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു കുറവ് നിനക്കുണ്ട്. 10-ന്റെ 21-ാമത്തെ വാക്യം, കർത്താവ് അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട്. നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കാന്ന് പറഞ്ഞു. അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് വളരെ ഈ വചനത്തിൽ വിഷാദിച്ച് ദുഃഖിതനായി പോയി കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം സത്യത്തിൽ ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവനെ സംബന്ധിച്ച് ജീവനുള്ള ദൈവത്തെ അവൻ അറിഞ്ഞത് അവൻ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അവന്റെ ദൈവം സത്യത്തില് ഈ പറയുന്ന വസ്തുവകകളിന്മേലും തിങ്സിന്മേലും സമ്പത്തിന്മേലൊക്കെയായിരുന്നു അവന്റെ ആശ്രയവും അവന്റെ പ്രയോറിറ്റിയും. അതുകൊണ്ട് അത് വിറ്റ് കളയാനായിട്ട് അവന് മനസ്സില്ല. അതിന് മുന്നിൽ നിർത്തിയിട്ട്, വേണമെങ്കിൽ കർത്താവിന് അതിന് പിന്നിൽ നിർത്തിയിട്ടാണ് അവൻ സ്നേഹിച്ചുകൊണ്ടിരുന്നത്. അത് സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിന്, നിത്യജീവൻ പ്രാപിക്കുന്നതിന് തടസ്സമായിട്ട് ദൈവം കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ഇവിടെ ആഗ്രഹിക്കുന്ന ഒറ്റ നമ്മുടെ ലൈഫിൽ, നമ്മളിപ്പോൾ 24/7 ഇങ്ങനെ ഒരാഴ്ച ദൈവം നമ്മളെ നടത്തുമ്പോൾ, നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന, നമ്മുടെ ലൈഫിൽ നമ്മൾ പല മേഖലകളിലുള്ളവർ, ജോലിയുള്ളവരുണ്ട്, അല്ലാതെ പല കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ മൈൻഡിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി വരുന്ന ആരോടാ? സ്തോത്രം. കർത്താവേ, ദൈവമേ എന്നൊരു ചിന്ത നമ്മുടെ മൈൻഡിലുണ്ട്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും, എന്ത് കാര്യങ്ങൾ കടന്നു പോകുമ്പോഴും നമ്മുടെ മൈൻഡിൽ ആദ്യം വരുന്നത്, നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ദൈവം എന്ന വിഷയത്തിന് വേണ്ടി നമ്മൾ ചിലവഴിക്കാൻ നാം തയ്യാറാകുന്നെങ്കിൽ തീർച്ചയായും നാം ദൈവത്തെ സ്നേഹിക്കുന്നു. കർത്താവ് പറഞ്ഞ ആ കൽപ്പന, ദൈവം നമ്മുടെ ദൈവമായി തന്നെ നമ്മുടെ കൂടെ ഇരിക്കുകയാണ്.
അല്ല എങ്കിൽ നമ്മൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഈ പറഞ്ഞ ദൈവം ഇസ്രായേൽ മക്കളോട് ഞാൻ നിന്റെ ദൈവമായി യഹോവയാകുന്നു എന്ന് പറഞ്ഞ ദൈവം നമ്മുടെ ദൈവമാണോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. പലപ്പോഴും പല ആളുകളും കണ്ടുവരുന്ന ഒരു കാര്യം, കർത്താവിനെയൊക്കെ വിളിച്ചിറങ്ങി തിരിച്ച് പിന്നീട് പല സാഹചര്യങ്ങളുടെ മധ്യേ ഹല്ലേലൂയ ഒരു ദൈവം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് മാറി, അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം മാറി മറ്റു പലതിലോട്ടും വഴുതി പോകുന്ന സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ട്. സ്തോത്രം. അല്ലെങ്കിൽ സമ്പത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ പ്രശസ്തി വരുമ്പോൾ, ചുറ്റുപാടുകളൊക്കെ വരുമ്പോഴേക്കും ആ ദൈവം എന്ന് ആദ്യ ദൈവത്തെ സ്നേഹിച്ച ആ ഒരു തീഷ്ണതയും ആവേശവും ഒക്കെ കെട്ടടങ്ങി പോകുന്ന സാഹചര്യങ്ങൾ. സ്തോത്രം. ഇവൻ സമ്പത്ത് വരുമ്പോൾ മാത്രമല്ല, പ്രതിസന്ധികൾ വരുമ്പോഴും ഹല്ലേലൂയ നമ്മൾ അവിശ്വസിക്കുന്നുണ്ടെങ്കിൽ, പെറുപുറുക്കുന്നുണ്ടെങ്കിൽ, അവിശ്വാസം നമ്മുടെ മനസ്സിൽ കയറി വരുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ദൈവം നമ്മുടെ ദൈവം അല്ലാത്തതുകൊണ്ടാണ്. കാരണം ദൈവം നമ്മുടെ ദൈവമായി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യം ഉണ്ടാകും, നമുക്ക് പ്രത്യാശ ഉണ്ടാകും, നമുക്ക് സഹിഷ്ണുതയുണ്ടാകും, എൻ്റെ അവസ്ഥകളൊക്കെ മാറും എന്നുള്ളൊരു പ്രത്യാശ നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. അപ്പൊ ദൈവം ദൈവമായി തന്നെ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നമ്മൾ ആ ദൈവത്തിന്റെ നാമത്തെ എപ്പോഴും ഉയർത്തുന്നവരായിരിക്കും. ഏത് സാഹചര്യത്തിലും ആ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നവരായിരിക്കും. എന്തു വന്നാലും. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങള് ഞാൻ ഓർപ്പിച്ചതുപോലെ, ശദ്രക്ക് മേശയ്ക്ക് അഭേദനക്ക് ചെയ്ത പോലെ, ഈ ദൈവം എന്നെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ദൈവത്തെ സ്നേഹിക്കും, ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കും. അതാണ് ദൈവമാണെന്നുള്ള ഉറപ്പ്. കാരണം അവർക്ക് അത്ര ഉറപ്പുണ്ടായിരുന്നു. രാജാവ് വെച്ച ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല, ഞങ്ങളതിന് അശുദ്ധരാക്കത്തില്ല, കാരണം അതിലും വലിയ ജീവനുള്ള ദൈവത്തെ കണ്ടിട്ടിരിക്കുക. സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം, ഞങ്ങൾക്ക് മുന്നിൽ വരുന്ന ഒന്നിന്റെ മേൽ ഞങ്ങൾ വീഴത്തില്ല, ഞങ്ങൾ അടിയറവ് പറയത്തില്ല, ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യത്തില്ല. ഇതാണ് യഥാർത്ഥ വിശ്വാസം. ഇതിലാണ് ദൈവം പ്രസാദിക്കുന്നത്. നമ്മുടെയൊക്കെ പേഴ്സണൽ ലൈഫിൽ ഹല്ലേലൂയ ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെയൊക്കെ ലൈഫിൽ ദൈവം തരുന്ന സമയത്തിൽ, ദൈവം തരുന്ന സാഹചര്യങ്ങളിലൊക്കെ നമ്മുടെ പ്രയോറിറ്റി എന്താ? കർത്താവേ എന്നുള്ളൊരു ചിന്തയാണ് നമ്മുടെ മനസ്സിൽ. അല്ല എങ്കിൽ കർത്താവെ അങ്ങേ ആഴമായി സ്നേഹിക്കേണ്ട ഈ ഉൽപ്പത്തിയിൽ പുറപ്പാടിൽ പറയുന്ന പോലെ കർത്താവിനെ എന്നെ അടിമത്തത്തിൽ നിന്ന്, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, കർത്താവ് നാശത്തെ ഗർത്തങ്ങളിൽ നിന്ന് എന്നെ വിടുവിച്ച കർത്താവിനെ ദൈവമായി തന്നെ കണ്ട് സ്നേഹിക്കാൻ, അങ്ങേക്ക് തരേണ്ട റെഫറൻസ്, അങ്ങേക്ക് തരേണ്ട ബഹുമാനവും ഭക്തിയും തന്ന് അങ്ങേ ഭയപ്പെട്ട് ജീവിക്കാൻ. അപ്പോൾ തന്നെ ഹല്ലേലൂയ ഒരു അപ്പൻ എന്ന നിലയിൽ, അപ്പനാകുമ്പോൾ ഒരു മകൻ എന്ന നിലയിലുള്ള സ്നേഹത്തോടെ കർത്താവിനെ സ്നേഹിക്കുവാനും കർത്താവിനെ പിൻപറ്റുവാനും, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലുത്, എൻ്റെ ലൈഫിലെ പ്രയോറിറ്റി എൻ്റെ ദൈവത്തിന്, ബാക്കി എന്തെല്ലാം എനിക്കുണ്ടെന്ന് പറഞ്ഞാലും പ്രൈസ് ദി ലോർഡ്, എൻ്റെ ലൈഫിൽ ഫസ്റ്റ് പ്രയോറിറ്റി എൻ്റെ കർത്താവ് മാത്രമായിരിക്കട്ടെ എന്നൊരു തീരുമാനവും പ്രതിഷ്ഠയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ബ്ലെസ്സഡ് ആയിത്തീരും. നശിച്ചു പോകത്തില്ല, ശത്രുവിന്റെ കെണികളിൽ അകപ്പെട്ടു പോകത്തില്ല, ശത്രുവിന് നമ്മളിൽ കയറാനുള്ള ഒരു ലൂപ്പ് ഹോളും ഉണ്ടാകത്തില്ല. പ്രതിസന്ധികൾ കൂടെ ഇരുന്ന് കർത്താവ് നമ്മെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. ശ്രേഷ്ഠമായ കർത്താവ് നമ്മെ നടത്തും. വാഗ്ദത്തങ്ങളോട് ദൈവം നമ്മെ ഹല്ലേലൂയ നമ്മെ വഴി നടത്തും. ഈ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അതുകൊണ്ട് ഈ കർത്താവിനെ ദൈവമായി തന്നെ സ്നേഹിക്കുവാനും മുൻപോട്ട് പോകുവാനും കർത്താവ് നമ്മെ എല്ലാവരും സഹായിക്കട്ടെ. വചനങ്ങളെ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ.